ഹലോ, എൻ്റെ പേര് ബിനിമോൾ ബാബു. ഞാൻ റീസെൻ്റ് ആയിട്ടുള്ളൊരു OET വിന്നറാണ്. ഞാൻ ടീച്ചേഴ്സ് അക്കാദമിയിലായിരുന്നു OET പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ടീച്ചേഴ്സ് അക്കാദമി ചൂസ് ചെയ്യാൻ കാരണം ഞാനൊരു മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിലുള്ള ബേസ് കുറവായിരുന്നു. അപ്പോൾ OET പഠിക്കുന്നതിന് മുമ്പ് ഇംഗ്ലീഷിലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ടീച്ചേഴ്സ് അക്കാദമിയിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അക്കാദമിയിലോട്ട് വന്നത്. അക്കാദമിയിൽ വന്ന് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബേസിക് ഗ്രാമറും OET ഗ്രാമറും എടുക്കുന്ന ടീച്ചർ സാറാണ്. ടീച്ചർ സാറ് സൂപ്പർവാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. എനിക്ക് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ടോപ്പിക്കായിരുന്നു. പക്ഷേ സാറിൻ്റെ ക്ലാസ് കൊണ്ട് ഗ്രാമറിനോടൊരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. പിന്നെ റീഡിങ്ങിലോട്ടും ലിസണിങ്ങിലോട്ടും കിടക്കുകയാണെങ്കിൽ എനിക്ക് റീഡിങ് ഹാബിറ്റോ ലിസണിങ് ഹാബിറ്റോ ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. ഞാൻ അക്കാഡമിയിൽ വന്നിട്ട് നമ്മുടെ അക്കാഡമിയുടെ സൈറ്റിൽ 50+ മെറ്റീരിയൽസ് ഉണ്ട്. ഈ മെറ്റീരിയൽസ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഈ മെറ്റീരിയൽസിൻ്റെ ആൻസേഴ്സ് നമുക്ക് ലൈവ് സെഷൻസ് അതേപോലെ തന്നെ റെക്കോർഡഡ് സെഷൻസും അവൈലബിൾ ആണ്. ഇപ്പോൾ ലൈവ് സെഷൻസ് ഇൻ കേസ് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡഡ് സെഷൻസ് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ അബ്രോഡിലൊക്കെയാണ് ജോലി ചെയ്യുന്നത്, 12 hour ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ലൈവും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ ഈ റെക്കോർഡഡ് സെഷൻസ് ഒത്തിരി യൂസ്ഫുള്ളാണ്. പിന്നെ അതേപോലെ സ്പീക്കിങ്ങിലോട്ട് റൈറ്റിങ്ങിലോട്ടും കിടക്കുകയാണെങ്കിൽ ഈ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇൻഡിവിജ്വൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ദീപ്തി മാഡത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ട് റൈറ്റിങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് റൈറ്റിങ്ങിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ കിട്ടും, അതെങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതിനെ പറ്റി. പിന്നെ ഇൻഡിവിജ്വൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇൻഡിവിജ്വൽ ട്യൂട്ടറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് സ്പീക്കിംഗ് ആയാലും റൈറ്റിംഗ് ആയാലും സാർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്പീക്കിങ്ങിൽ എനിക്ക് സാറിനോട് സംസാരിക്കുമ്പോൾ ഒരു ഫോറിനേഴ്സിനോട് സംസാരിക്കുന്ന ഒരു രീതിയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. സാറ് നമുക്ക് നല്ല രീതിക്ക് കറക്ഷൻസ് തരുമായിരുന്നു. അതേപോലെ റൈറ്റിങ്ങിലായാലും ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാതെ വളരെ സിമ്പിളായിട്ട് ലെറ്റർ എങ്ങനെ എഴുതാം, എങ്ങനെ കൺസൈസ് ചെയ്ത് ഏത് രീതിക്ക് എഴുതിയാലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയൊക്കെ സാർ ഒത്തിരി പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഈ റൈറ്റിങ്ങിൻ്റെയും സ്പീക്കിങ്ങിൻ്റെയും കൂടെ ഈ റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും കണ്ടിന്യൂഷൻ പോകാതിരിക്കാനായിട്ട് ഞങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസൊക്കെ സാറ് തരുമായിരുന്നു. അതൊക്കെ ഒത്തിരി യൂസ്ഫുള്ളായിരുന്നു ഞങ്ങൾക്ക്. ദൈവം സഹായിച്ച് എനിക്ക് ഈ 4 മൊഡ്യൂളിലും B ഗ്രേഡോടുകൂടി പാസ്സാവാൻ സാധിച്ചു. അതിനെന്നെ ഹെൽപ്പ് ചെയ്ത ടീച്ചേഴ്സ് അക്കാദമിയോട് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.